പ്രിയപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, പഴമല വാർഡ് മെമ്പർ, തൊഴിലുറപ്പിലെ ചില സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെ ചിലർ അറിയാൻ ഞാനും എൻ്റെ വീട്ടുകാരും 2-3 മാസത്തോളമായി മൂത്രമൊഴിപ്പും നനയും കുളിയും പാചകവും എന്തിനേറെ ചന്തി കഴിവൽ വരെ നിർത്തി. കാരണം എന്താണെന്നറിയോ, എങ്ങനെയാണെന്നറിയോ, ഇവരൊക്കെ പരാതിപ്പെട്ടും സമരം ചെയ്തതും പരിഹസിച്ചും ആക്രോശിച്ചതും കാരണം ഞങ്ങൾ പേടിച്ച് നിർത്തിയതാണേ. ഇവളിതെന്താ ഈ പറയുന്നേ എന്നാവും ഇതെന്താണെന്നറിയാത്ത കൂട്ടുകാർ വിചാരിക്കുക അല്ലേ. FBയിലും ഇൻസ്റ്റയിലും ഞാൻ തമാശകളൊക്കെ വല്ലപ്പോഴും എഴുതാറുണ്ടെങ്കിലും ഞാൻ വെറുതെ എന്തെങ്കിലും വളുവിള വിളിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. 3 മാസത്തിന് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയുടെ ബാക്കിയാണ് ഈ വീഡിയോ. 2 മാസമായി ഞാൻ ഈ ബാക്കി രണ്ടാമത്തെ പാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ തയ്യലിലേക്ക് തിരിഞ്ഞത് കൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ വീടിന് പുറകുവശത്ത് ഒരു വലിയ മലയാണേ. ഞങ്ങളുടെ വീടിനേക്കാളും ഇരട്ടി പൊക്കത്തുള്ള മല. മാസങ്ങളോളം ഇടവിട്ടും അല്ലാതെയും ഒക്കെ മഴ പെയ്യുന്ന സീസണിൽ ഞങ്ങളുടെ വീടിന് സൈഡിലൂടെ ഈ വെള്ളം, അതായത് മലയുറ്റ് ഒഴുകി റോഡിലൂടെ, അതായത് വീടിൻ്റെ സൈഡിലൂടെ ഒഴുകി പിന്നെ അത് റോഡിലൂടെ ഒഴുകും. മഴ മാറി വേനൽക്കാലം തുടങ്ങി 1-2 മാസങ്ങൾ കഴിഞ്ഞാലേ ഈ മലയുറ്റ് നിൽക്കുകയുള്ളൂ. കഴിഞ്ഞ ഭരണകാലത്ത്, അതായത് 5 വർഷം മുമ്പ് ഇക്കാര്യം മനസ്സിലാക്കിയ പുരുഷ വാർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ റോഡിൻ്റെ സൈഡിൽ ഓട നിർമ്മിച്ചു. അതിലൂടെ ആർക്കും ശല്യമില്ലാതെ മലയുറ്റ് ഒഴുകുമായിരുന്നു ഈ മഴയുള്ള സീസണിൽ. ഇപ്പോഴത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അതെല്ലാം അടപ്പിച്ച് തറ പോലെ സിമൻ്റ് ഇട്ട് ടാറിട്ട റോഡിൻ്റെ അതേ ഹൈറ്റാക്കി. പഴമല വാർഡ് മെമ്പർ തലച്ചോറ് ഇല്ലാത്തതും വിവരമില്ലാത്തതും കാരണമായിരിക്കാം അല്ലേ. കഴിഞ്ഞ മഴക്കാലത്തും ശേഷം 1-2 മാസവും മലയുറ്റ് റോഡിലൂടെ ഒഴുകലായിരുന്നു. ടാർ പെട്ടെന്ന് കേടാകുമല്ലോ. അപ്പോൾ പുതുക്കി പണിയലും പുതിയ പദ്ധതിയും ഉണ്ടാക്കി കാശും കീശയിലാക്കാം. അങ്ങനെയും ആവാം. പിന്നെ കാര്യം ഇത്രയോ അല്ല കേട്ടോ. ഈ പെണ്ണും പിള്ളയുടെ ബുദ്ധിയില്ലായ്മയോ ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടിയിട്ടോ എന്താണെന്നറിയില്ല, ഓട മാറ്റിയത് ശേഷം മഴയത്ത് മലയുറ്റ് ഒഴുകി തുടങ്ങി. ഞങ്ങളുടെ വീട് കഴിഞ്ഞ് ഒരല്പം ഫ്രണ്ടിലോട്ട് മാറി റോഡ് സൈഡിൽ ഓട ചെയ്യുകയും ചെയ്തു. ജനകീയ സമിതി എന്ന പേരിൽ ഇവരും ശിങ്കിടികളും ഞങ്ങൾ റോഡിലൂടെ വേസ്റ്റ് വെള്ളം ഒഴുക്കുന്നു എന്ന പരാതി പഞ്ചായത്തിലും ഹെൽത്തിലും കൊടുക്കുന്നു. നമ്മൾ മാലിന്യം റോഡിലൂടെ ഒഴുക്കുന്നു എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തുകാരും അതും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. വീടിന് ചുറ്റും പരിശോധന നടത്തുന്നു. അവർ നിജസ്ഥിതി മനസ്സിലാക്കി അവർ തിരിച്ചു പോകുന്നു. വീണ്ടും അവരെ അവിടെ സ്വസ്ഥതയോടെ ഇരുന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവരെ വീണ്ടും ഫോഴ്സ് ചെയ്ത് വീണ്ടും വന്ന് പരിശോധിപ്പിക്കുന്നു. അവർ ആദ്യമേ കണ്ടതല്ലേ. അപ്പം വീണ്ടും അവർ ഇവരുടെ നിർബന്ധത്തിലൊക്കെ വന്ന് പരിശോധിക്കുന്നു. നമ്മളെ കുറേ പറഞ്ഞ് പേടിപ്പിക്കുന്നു. എന്നിട്ട് തിരിച്ചു പോകുന്നു. പരാതി കൊടുത്തവർ ആരൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ ഒരു വിവരാവകാശം കൊടുക്കുന്നു. വളരെ താമസിച്ച് അതിന് മറുപടി കിട്ടുന്നു. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസർമാരെല്ലാം ബധിരരും മൂകരും അന്ധരുമാണ്. കാരണം അവർക്ക് ഒന്നും അറിയില്ല. ഞാൻ ചോദിച്ചതിന് മറുപടിയെല്ലാം അറിയില്ല, ലഭ്യമല്ല, ബാധകമല്ല, അറിയില്ല. അതായത് ഒരു പരാതി കൊടുത്താൽ അറ്റ്ലീസ്റ്റ് അവരുടെ യഥാർത്ഥ, അതായത് ഫേക്ക് നമ്പർ അല്ലാതെ യഥാർത്ഥ ഫോൺ നമ്പരോ അഡ്രസ്സോ പേരോ ഒന്നും ആ പരാതിയിൽ അവർക്ക് ആവശ്യമില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിങ്ങൾ പരാതി നൽകുമ്പോൾ, പഞ്ചായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ഓഫീസിൽ, നിങ്ങൾ പരാതി നൽകുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ അതിൽ പരാതിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. പക്ഷേ ഈ പരാതിയിൽ കള്ള ഫോൺ നമ്പറാണ് വച്ചിരിക്കുന്നത്, കള്ള പേരും എല്ലാം. അപ്പോൾ അതെങ്കിലും അവർ കറക്റ്റ് അറിയാൻ ശ്രമിക്കണ്ടേ, കറക്റ്റായിട്ട് പരാതികൾ വാങ്ങണ്ടേ. എന്ത് ഓഫീസർമാരാണ്! ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങി കറക്റ്റായിട്ട് പോക്കറ്റ് തിരുകാൻ അവർക്കറിയാം. ബാക്കി അവർക്കൊന്നും അറിയില്ല ഗെയ്സ്. എന്താ ചെയ്യുക? മനുഷ്യത്വമില്ലാത്ത, നെറികെട്ട, വിവരം കെട്ട, കരുണയും ദയയും അനുകമ്പയും കനിവും എന്തെന്നറിയാത്ത ഒരു പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ വാർഡിലുള്ളത്. അവരോടൊപ്പം അതേ ചിന്താഗതിയുള്ള കുറച്ച് ശിങ്കിടികളും ഗുണ്ടകളും ഉണ്ട്. ഇവരെ ഇത് ചെയ്യൂ.
12 വർഷമായി അരയ്ക്ക് കീഴെ തളർന്നു കിടക്കുന്ന എന്നോടും 13 വർഷമായി വൃക്ക രണ്ടും നഷ്ടപ്പെട്ട് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന എൻ്റെ ഭർത്താവിനോടും 2 കുഞ്ഞുമക്കളും അടങ്ങി ഞങ്ങൾ കുടുംബത്തോട് പിന്നെ വയസ്സായ പപ്പയും അമ്മയുള്ള അങ്ങനെയുള്ള ഒരു കുടുംബത്തോട് ഇവറ്റകൾ കുറച്ച് നാളായി ഒരു മനുഷ്യത്വവും ഇല്ലാത്ത നെറികെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇവർ പഞ്ചായത്ത് മെമ്പറാകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുകയും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതാണ്. ആരുടെയൊക്കെ നന്മ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അവരെല്ലാം എനിക്കിട്ട് പണി തന്നിട്ടേ ഉള്ളൂ എന്നത് മറ്റൊരു സത്യം. അതൊക്കെ പോട്ടെ. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടല്ലോ, ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന സ്ഥാനം നമ്മളെല്ലാം വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒന്നാണല്ലേ. ബുദ്ധിയും വിദ്യാഭ്യാസവും വിവരവും വിവേകവും തിരിച്ചറിവും സഹാനുഭൂതിയും മനുഷ്യത്വവും കനിവുമൊക്കെ ഈ സ്ഥാനത്തിരിക്കുന്നവർക്കുണ്ടാകും. അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ലിസ്റ്റിൽ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേര് ഈ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നവർ. പക്ഷേ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുകളിൽ പറഞ്ഞ ഈ വിദ്യാഭ്യാസമല്ലാണ്ട് മറ്റൊന്നും ഇല്ല ഗെയ്സ്. ഞങ്ങളുടെ പ്രദേശത്തെ ചിലർ 2 മാസത്തിന് മുമ്പ് പഞ്ചായത്ത് ഓഫീസിൽ ചില ആവശ്യങ്ങൾക്ക് പോയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അവരോട് പറയുന്നത്, മേൽക്കോണത്ത് ഒരു വീടിൻ്റെ മുന്നിലൂടെ വെള്ളം ഒഴുകുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ? ആ വീട്ടുകാർക്കെതിരെ നിങ്ങൾ ഇവിടെ പരാതി എഴുതി തന്നൂടെ? നാട്ടുകാർ പരാതി തന്നാലല്ലേ ഞങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയൂ. നിങ്ങൾ പരാതി നൽകൂ. പഞ്ചായത്ത് സെക്രട്ടറി മാഡത്തിൻ്റെ നമ്പറിൽ വിളിച്ച് കാര്യമായി സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണേ. വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സംസാരിച്ച് നികൃഷ്ട മനസ്സുള്ളവർ നേരെ ആയാലോ. ഞങ്ങളുടെ അവസ്ഥയല്ല ആ മാഡത്തിനും അറിയാം. പക്ഷേ പഞ്ചായത്ത് മെമ്പറിനെ സൂചിപ്പിക്കണമല്ലോ. അതിനാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്ന് കൈയിട്ട് വാരുകയോ എന്ത് വേണേലും ചെയ്തോളൂ. 70-80 വർഷം ജീവിച്ചിരിക്കേണ്ട മനുഷ്യർ, ശേഷം പുഴുക്കൾ തിന്ന് പുല്ലിനും വളമാകേണ്ടവർ, തുടുപ്പും എടുപ്പും അഹങ്കാരവും കാശിൻ്റെ കുങ്കും കൊണ്ട് പാവങ്ങളുടെ മെക്കിട്ട് കയറാതെ ജീവിക്കേ. മലയൂറ്റ് തുടങ്ങിയപ്പോഴേ ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് മലയൂറ്റാണ്. ഈ മഴയുള്ള സീസണിൽ മാത്രമേ ഉള്ളൂ. മഴ സീസൺ കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞാൽ അതങ്ങ് നിൽക്കും. ഞങ്ങൾ വേസ്റ്റ് വെള്ളം ഒഴുക്കുന്നതല്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഘോരം എല്ലാവരോടും പറയുന്നുണ്ട്. ഞങ്ങളോട് ആക്രോശിച്ച് വരുന്നവരോട്. അസൂയ കുശുമ്പ് പിടിച്ചവർ, എന്ത് കിട്ടാനെന്ന് നോക്കിയിരിക്കുന്നവർ നമ്മുടെ നിലവിളികൾ ശ്രദ്ധിക്കുമോ? ഇല്ല. ഇനി നമ്മുടെ തൊഴിലുറപ്പിലെ ചില പെണ്ണുങ്ങളെക്കുറിച്ച് പറയാം. എൻ്റെ അമ്മയും തൊഴിലുറപ്പിന് പോകുന്നതാണ്, ഇന്നും പോയി. അപ്പോൾ എല്ലാവരെയും കുറിച്ചല്ല, ചിലരെക്കുറിച്ച് മാത്രം. അതുകൊണ്ട് ഈ അമ്മ തൊഴിലുറപ്പിന് പോകുമ്പോൾ തൊഴിലുറപ്പിലിരുന്ന് മറ്റുള്ളവർ വളഞ്ഞിട്ട് ആക്രമിക്കുകയോ ഇതിനെക്കുറിച്ച് പറയുകയോ ചെയ്യേണ്ട. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് എന്നോട് വന്ന് പറയുക. കാരണം തൊഴിലുറപ്പിലെ എല്ലാവരെക്കുറിച്ചുമല്ല, വിരലിലെണ്ണാവുന്ന കുറച്ച് പേരെ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. തൊഴിലുറപ്പിലിരുന്ന് സംസാരിച്ച് അത് കൊണ്ട് മാത്രം. അതും അമ്മ പോകുന്ന തൊഴിലുറപ്പിലുള്ളവരല്ല, വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരോടൊന്നും ചോദിക്കാനോ അവരെ മെൻ്റലി ഹരാസ് ചെയ്യാനോ നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരായാലും, നാട്ടിലെ ആരായാലും എന്നെ വിളിച്ച് ചോദിക്കുക. എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കുക. ഞാൻ എന്ത് വീഡിയോ ചെയ്താലും എന്ത് പോസ്റ്റ് ഇട്ടാലും അത് എന്നോട് വിളിച്ച് ചോദിക്കുക, അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ള മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഇതിന് ഞാൻ എന്ത് പറയുന്നോ അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയുന്നതിന് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. എൻ്റെ അമ്മേ, അവർക്ക് മലയൂറ്റല്ല ഇത്. അവർക്കിത് അന്താരാഷ്ട്ര പ്രശ്നമാണ്. നമ്മുടെ തൊഴിലുറപ്പിലെ ചില ചേച്ചിമാർക്ക് മാരക രോഗം പിടിച്ച് നമ്മൾ മൂത്രമൊഴിച്ചും ചന്തി കഴിയും വിടുന്ന വെള്ളമാണല്ലോ ഇത് എന്നാണ് അവർ പറയുന്നത്. റോഡ് സൈഡ് വൃത്തിയാക്കുന്ന തൊഴിലുറപ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്നു, ഒരു 4-5 മാസത്തിന് മുമ്പ്. അങ്ങനെ നടന്നപ്പോഴത്തേക്ക് ആ ടീമിലെ സ്ത്രീകൾ ഞങ്ങളുടെ വീട്ടിലെ മുന്നിലെ റോഡ് മാത്രം വൃത്തിയാക്കില്ല, ബാക്കി വീടുകളുടെ മുന്നിലെ റോഡുകളെല്ലാം വൃത്തിയാക്കി. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ മാരക രോഗമാണ്. അവർക്കും അത് പകർന്നാലോ. നമ്മൾ വേസ്റ്റ് വെള്ളം നമ്മൾ ശരീരവും കഴുകി വേസ്റ്റ് വെള്ളം വിടുന്നതല്ലേ. ദൈവം നിങ്ങളെ എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കട്ടെ. നിങ്ങൾ തൊഴിലുറപ്പിലൊക്കെ ഇരുന്ന് പറയുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ഇനിയാണ് ടിസ്റ്റോട് ടിസ്റ്റ്. മഴ സീസൺ കഴിഞ്ഞു, 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞതുപോലെ അത് എല്ലാ വർഷവും ഇങ്ങനെയാണ്. അപ്പോൾ സൈഡിലൂടെ ഓട ഉണ്ടായിരുന്നത് കൊണ്ട് ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഇത്തവണ പിന്നെ വിവരമില്ലാത്ത പഞ്ചായത്ത് മെമ്പർ ഓട അടച്ചപ്പോഴാണ് ഈ റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയത് ഈ മലയുറ്റ്. അപ്പോൾ ഈ മഴ സീസൺ കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മലയുറ്റ് നിന്നു. ഇപ്പോൾ ഒരു 2 മാസം കൂടുതലായെന്ന് തോന്നുന്നു മഴയുറ്റ് നിന്ന്. ഒരു തുള്ളി വെള്ളം പോലും റോഡിലില്ല, നല്ല വറ്റി ഉണങ്ങി വരണ്ട് കിടക്കുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ, അതായത് 2-3 മാസത്തിന് മുന്നേ ഞാൻ ചെയ്ത ടൈമിന് മലയുറ്റ് ഒഴുകുമായിരുന്നു ആ ടൈമിന്. അപ്പോഴേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോളൂ, ഇത് മഴ സീസൺ കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പാവും, എല്ലാ വർഷവും ഇത് ഉള്ളതാണെന്ന്. അതുപോലെ സ്റ്റോപ്പായി. അപ്പോൾ 2 മാസത്തിന് മുന്നേ ഞാൻ അതിൻ്റെ ബാക്കി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അല്പം ലേറ്റായിപ്പോയി. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ തയ്യലിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞത്. ഓക്കെ, അപ്പോൾ മൂത്രമൊഴിക്കുന്നതാണ്, നനയ്ക്കുന്നതാണ്, കുളിക്കുന്ന വെള്ളമാണ്, അടുക്കളയിലെ വേസ്റ്റ് വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ കുറച്ച് മാസം ഞങ്ങൾക്ക് സ്വസ്ഥത തരാതെ പരാതിയും ആക്രോശങ്ങളും നടത്തിയത് ഇവരൊക്കെ. ഇപ്പോൾ ഈ 2 മാസമായിട്ട് ഞങ്ങൾ കുളിക്കുന്നില്ലേ, നനയ്ക്കുന്നില്ലേ, പാത്രം കഴുകുന്നില്ലേ, നിങ്ങൾ പട്ടിണിയാണോ? പട്ടിണിയാണോ? പഞ്ചായത്ത് മെമ്പറിൻ്റെ അമ്മ കളിച്ച കളിയോ എൻ്റെ അമ്മേ. ഞങ്ങളുടെ വേസ്റ്റ് വെള്ളം പോകുന്നതിനായി വീടിന് ചുറ്റും 3 കുഴികളാണുള്ളത്. അപ്പോൾ ആർക്കും വന്ന് ഇവിടെ പരിശോധിക്കാം. ഞങ്ങൾ ഈ 3 വേസ്റ്റ് കുഴിയും കാണിച്ചു തരാം. അത് കുത്തി ഇളക്കി നോക്കി നിജസ്ഥിതി മനസ്സിലാക്കിക്കോളൂ. പക്ഷേ ഈ നിജസ്ഥിതി മനസ്സിലാക്കാൻ വരുന്നവർ അത് പഴയ രൂപത്തിലാക്കി എല്ലാം ക്ലിയർ ആക്കി ഇട്ട് തന്നിട്ട് പോകണം. കാരണം ഞങ്ങളെ കൊണ്ട് അതിനുള്ള കഴിവില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അടുത്ത മഴ സീസണിലും വരും വർഷങ്ങളിലെ മഴക്കാലത്തും യുദ്ധവുമായി വരണേ നെറികെട്ട പട്ടികളെ എന്ന് വിളിക്കാൻ പറ്റില്ല, അവർ നല്ല ഇതിനേക്കാളും ബോധമുള്ള വർഗ്ഗമാണ്. ഇവിടുത്തെ വാർഡിലൊക്കെ ഏതൊക്കെ സ്ത്രീകൾ വാർഡ് മെമ്പറായിട്ട് നിന്നിട്ടുണ്ടോ, ഭരിച്ചിട്ടുണ്ടോ, അവരെല്ലാം മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലും നല്ല ഭരണത്തിൻ്റെ കാര്യത്തിലും വട്ടപൂജ്യമാണ്. വിവരവും വിവേകവും മനുഷ്യരുടെ അനുകമ്പയും എല്ലാത്തിലും വട്ടപൂജ്യമാണ്. തട്ടിപ്പിനും വെട്ടിപ്പിനും 100 മാർക്ക്. കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 1-2 വർഷം വലിയ കുഴപ്പമില്ലാതെ പോകും. പിന്നെ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഞാനാണ് മഹാറാണി, ഈ രാജ്യത്തിൻ്റെ ഏക ഭരണാധികാരി എന്ന ഭാവത്തിലാവും. വേണേൽ വാർഡിനെ രാജ്യമൊക്കെ ആക്കി ഇവർ പ്രഖ്യാപിക്കും. ഓരോ ഇലക്ഷൻ വരുമ്പോഴും അതുവരെ ഭരണത്തിലിരുന്നവരുടെ സ്ഥാപക ജംഗമ വസ്തുക്കൾ ED പരിശോധന നടത്തണം. തട്ടിപ്പിനെയും വെട്ടിപ്പിനെയും കുറിച്ച് വ്യക്തമായ രേഖകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വ്യക്തമായി പറഞ്ഞത്. മഴവെള്ളവും മലയൂറ്റും കോമ്പൗണ്ടിൽ കെട്ടി നിർത്തണം, വീടിൻ്റെ കോമ്പൗണ്ടിൽ കെട്ടി നിർത്തണം, റോഡിലേക്ക് ഒഴുക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരു പെണ്ണിന്, ഒരു സ്ത്രീക്ക് അവൾ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ ചിലപ്പോൾ കഴിയാതെ പോകും. സ്ത്രീകൾ സംസാരിക്കേണ്ട കാലമാണിത്, സ്ത്രീകളാൽ അടയാളപ്പെടേണ്ട കാലമാണിത്. ഈ ഡയലോഗ് എമ്പുരാനിൽ മഞ്ജു വാര്യർ പറഞ്ഞതാണ്, 100% ശരിയുമാണ്. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് ചുറ്റും നടക്കുന്നത് ഇവയൊക്കെ ഞാൻ പറയും. പിന്നീട് പേടിച്ച് ഞാൻ എഡിറ്റ് ചെയ്യുകയൊന്നുമില്ല. ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ബീന സ്റ്റോറിലെ നൈറ്റികളും നൈറ്റി ഫ്രോക്കുകളും കുർത്തീസ്, അതായത് ചുരിദാറിൻ്റെ ടോപ്പ് പോലത്തുള്ളവ ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. കൂട്ടുകാർ ഓർഡർ തരണേ. ഇതുവരെ ഓർഡർ തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ടാറ്റാ, ബൈ.